നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് വളരെ വ്യത്യസ്തനായൊരു ജ്യോത്സ്യനാണ്. മലയാളികളുടെ മനസ്സിലെ ജ്യോത്സ്യന്മാരുടെ സങ്കല്പങ്ങളെല്ലാം പൊളിച്ചടുക്കിയ ഒരു വ്യക്തി. സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ആരാണെന്ന് എൻ്റെ ഇൻട്രോയിൽ കൂടെ തന്നെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഹരി പത്തനാപുരം സ്വാമി. ഗ്ലോബൽ എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മിശ്ര വിവാഹങ്ങളൊക്കെ ഒത്തിരി കൂടുതലാണ്. അതുപോലെ പ്രണയ വിവാഹങ്ങൾ അതിലേക്കാൾ ഏറെ കൂടുതലാണ്. അപ്പോൾ ജാതകമോ പൊരുത്തമോ ഒന്നും നോക്കാതെ കല്യാണം കഴിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പൊരുത്തം നോക്കാതെ വിവാഹ ജീവിതം നയിച്ച ഒരാളാണ് ചേട്ടൻ. അപ്പോൾ സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കുടുംബങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു 5 വഴികൾ. പെട്ടെന്ന് 5 വഴികളൊക്കെ ചോദിച്ചാൽ, ഒന്നാമത്തെ വഴി നമ്മൾ ജീവിത പങ്കാളിയെ മാനിക്കുക. അതായത് സ്ത്രീയാണ് പുരുഷനാണ് എന്നുള്ളൊരു വ്യത്യാസം ഇല്ലാതെ ഈക്വലായിട്ട് പരസ്പരം ബഹുമാനിക്കുക. അവരവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കുക. അല്ലാതെ നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നീ ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത്, അല്ലെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, അല്ലെ ഭാര്യ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്നൊരു മുൻവിധി നിങ്ങൾ വെക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങൾ ഫ്രെയിം ചെയ്യുന്ന രീതിയിൽ ഒരാൾ ബിഹേവ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ പോരായ്മയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഓരോ ആളുകൾക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട്. 2, വഴക്കുകൾ ഉണ്ടാവുമ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ മാത്രമാണ്, നമ്മളുടെ ഭർത്താവ് മാത്രമാണ്, നമ്മളുടെ ഭാര്യ മാത്രമാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. കാമുകിമാർ ഓക്കെ ആയിരിക്കും, കാമുകന്മാരും ഓക്കെ ആയിരിക്കും. അവർക്ക് എപ്പോഴും മോളെ, ചക്കരെ, പൊന്നെ, കരളെ എന്ന് വിളിക്കാം. കാരണം അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അതിനകത്ത് റിയലിസ്റ്റിക് ആയിട്ട് മാത്രമേ ഒരു ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും പെരുമാറാൻ കഴിയൂ. അതുകൊണ്ട് വഴക്കുകൾ 100% ഉണ്ടാവും. വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അതൊരു അവസാനമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വഴക്കുകളാണ്. അതിനെ കോംപ്രമൈസ് ചെയ്ത് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. 3, വഴക്കുകൾ ഉണ്ടാവുമ്പോൾ പാർട്ട്ണറുടെ നെഗറ്റീവുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്യരുത്. അയാൾ എപ്പോഴും ഇങ്ങനെയാണ്, അയാൾക്ക് എപ്പോഴും ഇങ്ങനെയാണുള്ള രീതി, അയാൾ അല്ലെങ്കിൽ അവൾ എപ്പോഴും ഇങ്ങനെയാണ്, അവൾ എപ്പോഴും നെഗറ്റീവേ സംസാരിക്കുകയുള്ളൂ. അതിനിപ്പുറത്ത് അവർക്ക് കുറച്ച് പോസിറ്റീവ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് വയ്യാതെ കിടക്കുമ്പോൾ ഇവരായിരിക്കും നമ്മളെ നോക്കിയിട്ടുണ്ടാവുക. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വെച്ച് തന്നിട്ട് ഇവരായിട്ടുണ്ടാവാം. ചിലപ്പം നമുക്ക് നല്ല സാരി നമ്മൾ ആഗ്രഹിച്ച ഒരെണ്ണം എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും കൊണ്ടു തന്നത് ഇവരായിരിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൊണ്ട് കാണിച്ചത് ഇവരായിരിക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പോസിറ്റീവ്സ് ആണെങ്കിലും ജീവിതത്തിൽ ഈ നെഗറ്റീവുകൾ വഴക്കുണ്ടാവുമ്പോൾ കുറച്ച് പോസിറ്റീവ്സിനെ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്താൽ ദാമ്പത്യ ജീവിതം നല്ലതായി പോകും. അടുത്തൊരു കാര്യം, മൂന്നാമതൊരാളുടെ ഇടപെടൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. പ്രൈമറി ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, കുഞ്ഞ്, അതാണ് പ്രൈമറി ഫാമിലി. എന്ന് വെച്ചിട്ട് അമ്മയും അച്ഛനും ഒന്നും വേണ്ട അല്ല അതിന്റെ അർത്ഥം. പക്ഷെ പ്രൈമറി ഫാമിലി ഇതാണ്. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമ്മയുടെ പ്രൈമറി ഫാമിലിയിൽ അമ്മയുടെ മകനുണ്ട്, അമ്മയുടെ പ്രൈമറി ഫാമിലി ആ ഭർത്താവും മകനാണ്. ഈ മകളുടെ പ്രൈമറി ഫാമിലിയിലും ഈ മകളുണ്ട്, അമ്മയുടെ പ്രൈമറി ഫാമിലിയിൽ. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പോകണം എന്ന് കരുതി അമ്മയ്ക്ക് അമ്മയുടേതായ എല്ലാ ഫ്രീഡവും അമ്മയുടേതായ എല്ലാ നമ്മളോടുള്ള ഇതും കൊടുക്കണം എന്ന് കരുതി പറയുന്നതെല്ലാം ശരിയാണെന്ന് കരുതരുത്. നമ്മൾ ഒരാൾ, ഇപ്പൊ അമ്മയെന്നല്ല അച്ഛനെന്നല്ല ബന്ധുക്കളാണെങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞാൽ നീ അത് നിന്റെ ബുദ്ധിക്ക്, നിന്റെ യുക്തിക്ക് അതിനെ ചിന്തിച്ചിട്ടേ നീ അതിൽ പ്രവർത്തിക്കാവൂ. നമ്മളുടെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് മറ്റൊരാള് സജഷൻസ് ഓക്കെയാണ്, പക്ഷെ ഡിസിഷൻ മേക്കിങ്ങിന് അനുവദിക്കാനേ പാടില്ല. അത് ആരാണെങ്കിലും, എത്ര അടുപ്പമുള്ള ഒരാളാണെങ്കിലും ഒരു തേർഡ് പേഴ്സണെ ഇതിൽ അംഗീകരിക്കാൻ വേണ്ടി പാടേയില്ല. അത് തെറ്റാണ്. അടുത്തൊരു കാര്യം, ഈ പലപ്പോഴും എനിക്ക് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കല്യാണം കഴിയുമ്പോൾ തന്നെ കാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പൊ എൻ്റെ അച്ഛനെയോ നിന്റെ അച്ഛനെ അമ്മയാണോ അതോ എന്നെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കും. അങ്ങനെ ഒരു കുട്ടി എന്നോടൊന്ന് പറഞ്ഞത് വെച്ചിട്ടാണ് പറയുന്നത്. ആ കുട്ടിയെടുത്ത് ഭർത്താവ് പറഞ്ഞു അത്രേ, എനിക്ക് അച്ഛനെ അമ്മയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇയാൾക്ക് അത് വലിയ വിഷമായി, അച്ഛനെ അമ്മയും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞ മറുപടിയാണ് ഇവിടെയും പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, മോളെ, അയാൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു നിന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്ന്. അപ്പൊ നിനക്കത് കേൾക്കുമ്പോൾ ഒന്ന് സന്തോഷം, ഒരു സുഖമൊക്കെ തോന്നും. പക്ഷെ മനസ്സിലാക്കുക,
ഇത്രയും കാലം ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അവന്റെ സന്തോഷങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ട് അവനോടൊപ്പം ഉണ്ടായിരുന്ന് അവനെ വളർത്തിക്കൊണ്ടുവന്ന് അവനോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്ന അമ്മയെക്കാട്ടിലും അച്ഛനെക്കാട്ടിലും ഇന്നലെ വന്ന നിന്നെയാണ് ഇഷ്ടം എന്നവൻ പറഞ്ഞാൽ അവന് സ്നേഹബന്ധത്തിന് വാല്യൂ ഇല്ലാത്ത ആളാണ്. നാളെ നിന്നേക്കാൾ കൂടുതൽ സ്നേഹം മറ്റൊരാൾ കൊടുത്താൽ അവൻ അങ്ങോട്ട് പോകും. കാരണം അവന് വാല്യൂ ഇല്ല. അവൻ ഇത്രയും കാലം സ്നേഹിച്ച അച്ഛനെ അമ്മയേക്കാൾ സ്നേഹം നിന്നോടാണെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരാണ്. അവൻ ആ സ്നേഹത്തിന് വാല്യൂ ഇല്ലാത്തവനാ, അല്ലെങ്കിൽ വിലയില്ലാത്തവനാ. ഒന്നാമത് മോളെ, നിന്റെ ചോദ്യമാണ് തെറ്റ്. അമ്മയെ സ്നേഹിക്കുന്നത് വേറൊരു സ്നേഹമാണ്, ഭാര്യയെ സ്നേഹിക്കുന്നത് വേറൊരു സ്നേഹമാണ്, പെങ്ങളെ സ്നേഹിക്കുന്നത് വേറൊരു സ്നേഹമാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്ത തെറ്റ് നിന്റെ ഭാഗത്താണ്. ഇത് ഞാൻ സ്ത്രീ എന്ന അർത്ഥത്തിൽ പറഞ്ഞെങ്കിലും പുരുഷന്മാരെ അവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കിയാൽ ഒരാൾക്ക് ഒരു സ്പേസ് ഉണ്ട്, ഭാര്യയ്ക്ക് സ്പേസ് ഉണ്ട്, ഭർത്താവിന് സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് നമ്മൾ കയറി ഓവറായിട്ട് അങ്ങോട്ട് ഇടപെടണ്ട. അവരുടെ സ്പേസിനെ നമ്മൾ വാല്യൂ ചെയ്തുകൊണ്ട് അവരുടെ സ്പേസിൽ മുന്നോട്ട് പോവുക. ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് അഡ്ജസ്റ്റ്മെന്റ്. ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാനും മോളും ഇടയ്ക്ക് ഒരാൾ ഇരിക്കുന്നു എന്ന് വെച്ചു. അപ്പൊ ഇടയ്ക്കിരിക്കുന്ന ആള് നമ്മൾ രണ്ടുപേരും മുട്ടാതെ ചിലപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് സമയമാണ് ഇരിക്കേണ്ടി വരുന്നതെങ്കിൽ അയാൾക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. പെട്ടെന്ന് അയാൾക്കൊന്ന് നേരെ ഒന്ന് നിവരേണ്ടി വരും. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഇയാൾക്കും ഇങ്ങനെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇത്. മോളും മനസ്സിലാക്കണം, ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാനും മനസ്സിലാക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നടുക്കിരിക്കുന്ന ആൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. കഴിവതും അങ്ങനെ പോയാൽ ശരിക്കും ദാമ്പത്യ ജീവിതങ്ങളൊക്കെ എൻ്റെ അറിവിൽ പെട്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് 5 ഇല്ലെങ്കിൽ ഒരു 1000 എണ്ണം വേണമെങ്കിലും പറയാൻ കിട്ടും. ഈ 5 എണ്ണം ഒരു ജീവിതത്തിൽ പ്രാവർത്തിയാക്കിയാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുടുംബജീവിതം ഒന്ന് സംതൃപ്തമായിട്ട് പോകും.